ഹായ് കൂട്ടുകാരെ, കൊയക്കട്ട എന്ന പാഠത്തിൻ്റെ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളാണ്. ആദ്യമായിട്ട് കവിതയിൽ എന്തെല്ലാം കാര്യങ്ങൾ, അപ്പോൾ അതിലെ ചോദ്യങ്ങൾ വായിക്കാം. അതിൻ്റെ ആൻസറും ഇവിടെ കൊടുക്കുന്നുണ്ട്. നോക്കൂ. മലഞ്ചെരിവിലെ കൊച്ചു വീടുകളിൽ കത്തുന്ന വിളക്കുകളെ കവി എങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു? ഉത്തരം: മലഞ്ചെരിവിലെ കൂരകളിൽ മങ്ങിക്കത്തുന്ന ചിമ്മിനിക്കൂടിനെ മിന്നാമിനുങ്ങിൻ്റെ ഇത്തിരി പ്രകാശത്തോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. നേരമേറെ മൂന്തിയായല്ലോ എന്ന് ആശങ്കപ്പെടാൻ എന്താവും കാരണം? വീടുകളിൽ ദാരിദ്ര്യമുള്ളത് കൊണ്ടാവാം. എന്നും വല്യമ്മ കൊണ്ടുവരാറുള്ള പൊതി കാത്തിരിക്കുന്നത് കാത്തിരിപ്പ് ആശങ്ക ജനിപ്പിക്കുന്നതാണ്. വല്യമ്മ വരാൻ വൈകിയതിലുള്ള ആശങ്ക കൊണ്ടാണ് നേരമേറെ മൂന്തിയായല്ലോ എന്ന് കുട്ടി ആശങ്കപ്പെടുന്നത്. വല്യമ്മ കൊണ്ടുവരുന്ന കൊയക്കട്ടയിൽ രുചിക്കപ്പുറം എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? ഉത്തരം: വാത്സല്യത്തിൻ്റെ പാൽനിലാവ്, തലമുറകളുടെ പുണ്യമായ പാടത്തിൻ്റെ പച്ചപ്പ്, മണ്ണിൻ്റെ ആഴം തൊടുന്ന താളം, വാനോളം ഉയർന്ന വൃക്ഷങ്ങൾ തരുന്ന കുളിർമ, അധ്വാനിക്കുന്ന കർഷകർ മൂളിപ്പാടുന്ന പഴങ്കഥ പാട്ട്, കടങ്കഥകളുടെ പൊരുൾ, ജൈവ വൈവിധ്യം നിറഞ്ഞ പ്രപഞ്ചം നൽകുന്ന അറിവ്, ഇതെല്ലാമാണ് വല്യമ്മ കൊണ്ടുവരുന്ന കൊയക്കട്ടയിൽ രുചിക്കപ്പുറം അടങ്ങിയിട്ടുള്ളത്. വല്യമ്മയുടെ കൈകളുടെ സ്പർശത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്? പനി വരുമ്പോൾ നെറ്റി തൊട്ടു നോക്കി നനഞ്ഞ തുണി വെച്ച് പനി ശമിപ്പിക്കുന്നതും, മുറിവേറ്റാൽ ഇലപ്പച്ച എന്ന നാട്ടുമരുന്നിൻ്റെ ഇല പിഴിഞ്ഞ് മുറിവിൽ ഒഴിച്ച് വേദന ശമിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ് കവി വല്യമ്മയുടെ കരസ്പർശത്തെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. പ്രകൃതിയിലും ജീവിതത്തിലും വന്നു ചേർന്ന മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തൂ. ഉത്തരം: വയലുകൾ നികന്നെങ്ങും നഗരത്തീ വിഭവങ്ങൾ വിളമ്പുന്ന മണിമേടയുയർന്നു വാനിൽ, പല ദേശങ്ങളിൽ നിന്നും വിലയേറും പലഹാരം പലതും ഞാനതിൽ പിന്നെ കഴിച്ചെന്നാലും. വരികളിൽ നിറയുന്ന സൗന്ദര്യം, സ്നേഹവും വാത്സല്യവും രുചിയും ഒത്തുചേർന്ന സുഖകരമായ അനുഭവമാണ് കവിത പകർന്നു തരുന്നത്. സ്മരണയിൽ മണക്കുന്നു കൊതിയൂറും കൊയക്കട്ട, അതിലുണ്ട് വാത്സല്യത്തിൻ പാൽനിലാവ്. ഇങ്ങനെ സുന്ദരമായ ഒട്ടേറെ പ്രയോഗങ്ങൾ കവിതയിലുണ്ട്. വരികളിൽ നിറയുന്ന സൗന്ദര്യം കണ്ടെത്തി കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൂ. ദിവാകരൻ വിഷ്ണുമംഗലത്തിൻ്റെ കൊയക്കട്ട എന്ന കവിതയാണിവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. സ്നേഹസൗഹൃദങ്ങളുടെ സ്മാരകമാണ് ഭക്ഷണം. ചിലർ വിളമ്പുമ്പോൾ അത് ഹൃദയത്തിൽ തൊടുന്നു. പ്രാദേശിക ഉച്ചാരണത്തിൽ കൊയക്കട്ട എന്ന കവിത കവിയെ തൻ്റെ മധുര ബാല്യസ്മരണയിലേക്ക് കൊണ്ടുപോകുന്നു. സന്ധ്യാസമയത്ത് ചിമ്മിനി വിളക്കിൻ്റെ ഇത്തിരി വെട്ടത്തിൽ മഴച്ചാറ്റലേറ്റ് ചായ്പിലിരുന്നു കൊണ്ട് കവി വഴിവക്കിൽ മിഴി നട്ടിരിക്കുകയാണ്. വലിയമ്മ വരാൻ വൈകുന്നതിൽ ആദിയുണ്ട്. വലിയമ്മ കൊണ്ടുവരുന്ന കൊയക്കട്ട കൊതിയോടെ ഓർക്കുന്നു. ആ കൊയക്കട്ട കവിയെ തൻ്റെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകുന്നു. കൊയക്കട്ട ഭക്ഷണ വിഭവം എന്നതിലുപരി വല്യമ്മയുടെ വാത്സല്യവും തലമുറകളുടെ പുണ്യമായ പാടവും തണൽവൃക്ഷങ്ങളും കർഷകർ പാടുന്ന പഴങ്കഥ പാട്ടും കടങ്കഥകളും പ്രപഞ്ചത്തിൽ നിന്ന് നേടുന്ന അറിവിനുമൊക്കെ കാരണമാവുന്നു. വല്യമ്മ പനി വന്നാലും മുറിവേറ്റാലും പരിചരിക്കുന്നതുമൊക്കെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നു. വല്യമ്മയുടെ മരണത്തോടെ അവർ മറവിയിലായി. കവി വലിയ സ്ഥിതിയിലെത്തി. നാടും ജീവിത രീതികളും മാറി. എന്നിരുന്നാലും വിശിഷ്ടമായ പല ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും വല്യമ്മയുടെ കൊയക്കട്ടയേക്കാൾ മനസ്സിനെ കീഴടക്കിയ മറ്റൊരു രുചിയില്ലെന്ന് കവി പറയുന്നു. പനി വന്നാൽ നെറ്റി തൊട്ടു നനവാർന്ന ശീല വച്ച് തണുപ്പിക്കും കരസ്പർശ കുളിരുമുണ്ട്. വല്യമ്മയുടെ കരുതൽ കവി ഓർത്തെടുക്കുന്ന ഈ വരികളിലെ
ആദ്യ 2 വരികളിൽ ദ്വിതീയാക്ഷരപ്രാസം എന്ന ശബ്ദഭംഗി കവിതയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. ഹായ് കൂട്ടുകാരെ, നമ്മളിവിടെ കുഴക്കട്ടയുടെ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞു. കുട്ടികൾക്ക് മനസ്സിലാവുന്ന അത്രയും ലളിതമായ രീതിയിലാണ് ഉത്തരങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. കൂട്ടുകാരതൊക്കെ വായിച്ച് പഠനം എളുപ്പമാക്കുക. താങ്ക് യു.